ആ രക്തദാന ക്യാമ്പിന്റെ ഉദ്ഘാടനത്തിന് ദുർഗയെ വിടാൻ പാടില്ലായിരുന്നു. ആ റെസിഡൻസ് അസോസിയേഷൻകാര് അവളെ ക്ഷണിക്കാൻ വന്നപ്പോ തന്നെ നമ്മളത് തടയണമായിരുന്നു. അതെ, ആ ഉദ്ഘാടനത്തിന് ആന്റി പോയതോടുകൂടിയാ ആന്റിക്ക് അവളോടുള്ള അപ്രോച്ചിൽ മാറ്റം ഉണ്ടായത്. അവളവിടെ എന്തൊരു ഷോ ആയിരുന്നെന്നറിയോ? ആന്റിക്ക് ജയ് വിളിക്കുന്നു, മാല ഇടുന്നു, ആന്റിയെ കുറിച്ച് പുകഴ്ത്തി സംസാരിക്കുന്നു. അതോടുകൂടി ആന്റി ഫ്ലാറ്റ്. മാമൂസ പറഞ്ഞതുപോലെ ആ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പിന്റെ ഇനോഗ്രേഷന് ആന്റി ഒരു കാരണവശാലും പോവാൻ പാടില്ലായിരുന്നു. അന്ന് മംഗളഗിരിയിലെ ജോൾസിനെ കണ്ട് വിവാഹ മുഹൂർത്തം നിശ്ചയിച്ചു വരേണ്ടതിന് പകരം അവള് തുളസിയുടെ തുള്ളാട്ടത്തിന് കൂട്ടുനിന്നു. നിനക്ക് മംഗളഗിരിയിലേക്ക് പോകാൻ ഇഷ്ടപ്പെടാത്തോണ്ടാണ് അവിടെ പോകാതെ തിരികെ വന്നു എന്നായിരുന്നല്ലോ അന്ന് ദുർഗേച്ചി പറഞ്ഞത്. അത് പിന്നെ തുളസിയുടെ ഷോ ഓഫ് കണ്ട് കലി ഇളകിയിട്ടാ മംഗളഗിരിയിലേക്ക് വരുന്നില്ലെന്ന് ഞാൻ പറഞ്ഞത്. ശരി, ഇവൾ അങ്ങനെ പറഞ്ഞു തന്നെ ഇരിക്കട്ടെ. ഇവള് പറഞ്ഞത് കേട്ട് ദുർഗ മംഗളഗിരിയിൽ പോകാതെ മടങ്ങി വരണമായിരുന്നോ? ദുർഗയ്ക്ക് ഇവളെക്കാളും കാര്യവിവരവും പക്വതയുമില്ലേ? ഇവളെ പറഞ്ഞ് സമാധാനിപ്പിച്ച് ആ ജോൾസിന്റെ അടുത്തേക്ക് പോവുകയല്ലേ ദുർഗ ചെയ്യേണ്ടിയിരുന്നത്? അതിനു പകരം ഉദ്ഘാടനം ചെയ്തതിന്റെ ലഹരി ചാടിത്തുള്ളി ഇങ്ങ് പോന്നു. എന്നിട്ട് മനുഷ്യന്റെ ചെവിക്ക് സ്വയം തരാത്തവണ്ണം ആ പീറ ഉദ്ഘാടനം എന്തോ മഹത്തായ കാര്യമാണെന്ന രീതിയിലുള്ള വിവരണവും. സത്യത്തിൽ എനിക്കത് കേട്ടപ്പോ എന്റെ പെരുവിരലിൽ നിന്ന് പെരുത്ത് കേറും. ഉള്ളത് പറഞ്ഞ എനിക്ക് വന്ന് അത് ബോറടിച്ചു. അതൊക്കെ ഒരു ഉദ്ഘാടനം എന്ന് പറയാൻ പറ്റുമോ? തുളസി അവളുടെ കുറെ പെണ്ണുങ്ങൾ മാത്രമേ അവിടെ ഉള്ളൂ, വേറെ ആരും ഇല്ല. അത് തുളസി മനഃപൂർവ്വം ചെയ്തതാ. നമ്മൾ അന്ന് ദുർഗയും കൂട്ടി മംഗളഗിരിയിലെ ജോൾസിനെ കാണാൻ പോകുന്ന വിവരം അവൾ എങ്ങനെയോ അറിഞ്ഞിട്ടുണ്ട്. മംഗളഗിരിയിലെ ജോൾസിനെ കണ്ട് വിവാഹത്തിന് മുഹൂർത്തം കുറിച്ചാൽ പിന്നെ അവളുടെ ആഗ്രഹം നടക്കില്ലല്ലോ. അപ്പോ അവൾ ആ യാത്ര എങ്ങനെയെങ്കിലും മുടക്കണമെന്ന് ചിന്തിച്ചു. ആ ചിന്തയുടെ ഫലമാ പെട്ടെന്നുദിച്ച ഈ രക്തദാനം. അവളുടെ ഒരു രക്തദാനം. ഏതായാലും അവൾ ആഗ്രഹിച്ചതുപോലെ മംഗളഗിരി യാത്ര സ്വാഹ. ജോൾസിനെയും കണ്ടു, നാളും കുറിച്ചു. എന്നാൽ ഈ പൊട്ടി ദുർഗയ്ക്ക് ഇതൊന്നും മനസ്സിലാകുന്നേ ഇല്ലല്ലോ. അതാ അപ്പച്ചി കഷ്ടം. ഞാനും അത് തന്നെ ചിന്തിക്കുന്നത്. അപ്പച്ചി ശ്രദ്ധിച്ചിട്ടുണ്ടോ, അന്നത്തെ രക്തദാന ക്യാമ്പിന് ശേഷം തുളസി ഓരോ ചുവടും വെച്ചടി കേറുവാ. അവസാനം സീതാരാമ പൂജയ്ക്ക് എന്താ സംഭവിച്ചത്? അത് ഞാൻ ആദ്യം ആന്റിയോട് പറഞ്ഞതാ. എല്ലാം തുളസിയുടെ പ്ലാൻ ആയിരിക്കും സീതാരാമ പൂജയ്ക്ക് പോണ്ടാന്ന്. അത് ഞാൻ ദുർഗേച്ചി കേക്കോ? പൂജയിലെ വിശിഷ്ട അതിഥി എന്നൊരു പദവി കിട്ടിയപ്പോ തന്നെ ഒന്നും ചിന്തിക്കാതെ അവിടെ ചെന്ന് കേറി. നമ്മുടെ വിവാഹം നടക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ദുർഗാമ്മയ്ക്കൊപ്പം നിൽക്കുന്നതെന്ന് നിന്റെ അമ്മയ്ക്ക് ഒരിക്കലും തോന്നരുത്. നീ ആതിരെ വിവാഹം കഴിക്കണമെന്ന് പറയുമ്പോ ആ സംശയം മാറിക്കിട്ടുമല്ലോ. അമ്മയോട് ഇതെങ്ങനെ പറയും? ആതിരെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്നും അത് നടത്തിത്തരണമെന്നും അമ്മയോട് ഇപ്പൊ പറഞ്ഞാൽ അമ്മ അത് വിശ്വസിക്കൂ? ഞാൻ കാണിക്കുന്നത് അടവാണെന്ന് അമ്മയ്ക്ക് തോന്നുന്നു. ഏയ്, അങ്ങനെ തോന്നില്ലായിരിക്കും അല്ലേ? ഞാനും ആതിരയും തമ്മിലുള്ള വിവാഹം നടത്താനാണല്ലോ അമ്മയുടെ താല്പര്യം. അതാണല്ലോ ഇഷ്ടം. ആ സ്ഥിതിക്ക് എനിക്കും ആതിരയെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് അമ്മയോട് പറഞ്ഞ അമ്മയ്ക്കത് സന്തോഷമാവേ ഉള്ളൂ. ഏതായാലും പറഞ്ഞേക്കാം. ശരി, ഞാൻ വിളിക്കാം. കൂടെ ഉണ്ടാവണം. ശരി. ഓരോരുത്തർക്ക് എന്തൊക്കെ അറിയണം. എന്തിനാ ഇലക്ഷന് മത്സരിക്കുന്നേ? നിങ്ങൾക്കതിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ? തെരഞ്ഞെടുപ്പിൽ ജയിക്കൂ. തോറ്റാൽ അത് നാണക്കേടല്ലേ? ഉമാമഹേശ്വരി വലിയ പ്രസ്ഥാനമല്ലേ? അവളോടൊക്കെ ജയിക്കാൻ പറ്റുമോ? അസൂയക്കാര്. ഇവർക്കൊക്കെയുള്ള മറുപടി എനിക്ക് തെരഞ്ഞെടുപ്പിലൂടെ കാണിച്ചു കൊടുക്കണം. എന്താടാ? അത് പിന്നെ എന്തോ കാര്യമുണ്ടല്ലോ എന്ന് പരുങ്ങാതെ കാര്യം പറ. അത് അമ്മ ആരോടാ കത്തി കയറുവായിരുന്നല്ലോ? ആ, അത് വിമൻസ് ക്ലബിലെ പ്രമീളയാ, ഡോക്ടർ സുരേഷിന്റെ വൈഫ്. ഇലക്ഷന് ഞാൻ മത്സരിക്കുന്നതറിഞ്ഞ് എന്നെ വിഷയം വിളിച്ചതാ. ആശംസിക്കാനാണെന്ന് പറഞ്ഞ് വിളിച്ചിട്ട് കുറെ മുള്ളു വെച്ച വർത്തമാനം. ചേടാ, അവളെ ആ ഉമാമഹേശ്വരിയുടെ ആളാ. അതെനിക്കറിയില്ലെന്ന അവളുടെ വിചാരം.
എന്റെ നീക്കങ്ങൾ അറിയണം. അതിനാ സൂത്രത്തിൽ വിളിച്ചത്. കണക്കിന് കൊടുത്തിട്ടുണ്ട്. അതാണ് ഇൻഡയറക്റ്റ് ആയിട്ടാ പറഞ്ഞതെങ്കിലും അവൾക്കത് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അവൾ അത് അതേപോലെ ഉമാമഹേശ്വരിയുടെ ചെവിയിൽ ചെന്ന് ഓതിക്കൊടുക്കും. ഓതട്ടെ. നമ്മുടെ മൂവ്മെന്റ്സ് ഒന്നും ഉമാമഹേശ്വരിയും അവളുടെ ആൾക്കാരും അറിയാൻ പാടില്ലമ്മേ. എങ്ങനെ അറിയും? ഒരിക്കലും അറിയില്ല. ഇങ്ങനെ ഒരു ശ്രദ്ധ ഉണ്ടായിരിക്കണമെന്ന് തുളസി അമ്മ ഓർമ്മപ്പെടുത്തണം. അവളെ ഇത് പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ നീക്കങ്ങളെല്ലാം രഹസ്യമായിരിക്കണമെന്നും അടുത്ത സുഹൃത്തുക്കളോ ബന്ധുക്കളോ പോലും നമ്മുടെ തന്ത്രങ്ങൾ അറിയാൻ പാടില്ല എന്ന് തുളസിയാ എന്നെ അഡ്വൈസ് ചെയ്തത്. തുളസി തുളസിമോള് വലിയ ആപത്തിലേക്കാണല്ലോ ഈ പോകുന്നത്. ഈ ഇലക്ഷനും രാഷ്ട്രീയം ഒന്നും വേണ്ടായിരുന്നു. വലിയ വലിയ രാഷ്ട്രീയ നേതാക്കളോടെ അടഞ്ഞ് എന്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിക്കും. പ്രസാദേട്ട എവിടേക്കായിരിക്കും പോകുന്നത്? ആഹാ, ഏട്ടനായിരുന്നോ? ഞങ്ങളങ്ങ് മുകളിൽ തുണി എടുക്കാൻ പോയതുകൊണ്ടേ ഏട്ടന്റെ ശബ്ദം മനസ്സിലായതേയില്ല. വേറെ ആരോ വന്നു ഞങ്ങള് കരുതിയത്. ഏട്ടൻ വാ, ഇരിക്കും, വാ. ദുർഗ ഇവിടെ മറഞ്ഞു നിൽക്കുന്ന കാര്യം ഇവൾക്കറിയില്ലല്ലോ. അബദ്ധവശായി ഇവൾ ഇനിയും ആദിയുടെയും തുളസിയുടെയും വിവാഹക്കാരി എങ്ങാനും പറയൂ എങ്കിൽ എല്ലാം ഇന്ന് അവസാനിക്കും. എന്ത് ചെയ്യും? ഏട്ടൻ എന്താ ഇങ്ങനെ ചിന്തിച്ചു നിൽക്കുന്നേ? വാ ഏട്ടാ, അങ്ങോട്ട് ഇരിക്കാം. മോളെ, നീ മാമന് കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടാ. വാ ഏട്ടാ. എനിക്കൊന്നും വേണ്ട. ഞാൻ നിങ്ങളുടെ സൽക്കാരം സ്വീകരിക്കാൻ വന്നൊന്നുമല്ല. അവളെന്നെ സൽക്കരിക്കാൻ നടക്കുന്നു. മാറിക്കോ അങ്ങോട്ട്. മാമൻ എന്താ പറ്റിയേ? എന്തിനാ വെറുതെ ചൂടാവുന്നേ? നീ മിണ്ടരുത്. എന്ത്? നീ ആരാന്ന നിന്റെ ഭാവം? പറയടി, വായ തുറക്ക. ഏട്ടാ, എന്താ കാര്യം? എന്തിനാ ഇവളോട് ഇങ്ങനെ ചൂടാ? ഞാൻ വന്നത് തുളസിയോട് ചില കാര്യങ്ങൾ ചോദിക്കാനാ. അത് കഴിയുന്നത് വരെ നീ മിണ്ടരുത്. അവിടെ പോയിരിക്കും. ഞാൻ പറയുന്നത് കേക്കേട്ടാ. അവിടെ പോയിരിക്കടി, ഇരിക്കാൻ. എടി, നീ എന്തിനാ മറ്റേ ശിവശങ്കരനെ കാണാൻ പോയത്? നീ എന്തിനാ അയാളോട്ട് ഉടക്കിയത്? പറ. അയാൾ ആരാന്ന് നിനക്കറിയോ? അയാളുടെ പവർ എന്താന്ന് നിനക്കറിയോ? അയാളുടെ പാർട്ടി പാരമ്പര്യം അനുസരിച്ച് ഉമാമഹേശ്വരി അയാളുടെ മുമ്പിൽ ഒന്നുമല്ല. അതുകൊണ്ടേ ഉമാമഹേശ്വരിയെ കാണുന്ന കണ്ണുകൊണ്ടേ നീ അയാളെ അളക്കാൻ നിൽക്കരുത്. എടി, പാർട്ടിയിലെ കൊടികെട്ടിയ നേതാവാണ് അയാൾ. തല്ലാനും കൊല്ലാനും മടിക്കാത്ത പക്ക ക്രിമിനൽ. അയാളൊന്ന് വിരൽ ഞൊടിച്ചാലേ എന്തിനും ഏതിനും തയ്യാറായി നിൽക്കുന്ന അണികളുണ്ട് അയാളുടെ കൂടെ. തുളസിയുടെ വീട്ടിലേക്കോ? ഞാൻ പറഞ്ഞില്ലേ തുളസിയുടെ വീട്ടിലേക്ക് പോയതായിരിക്കും. എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. സാറെന്തിനാ ഇപ്പൊ അവിടെ പോയത്? പറയാം. പ്രസാദ് സാറും ദുർഗേച്ചും ഒരുമിച്ചാണോ പോയത്? ഏയ്, പ്രസാദേട്ടൻ എവിടെ പോകുന്നു അറിയാൻ വേണ്ടിയാണല്ലോ ഞാൻ പോയത്. എന്നോട് പറയാതെയല്ലേ പ്രസാദേട്ടൻ പോയത്. അതുകൊണ്ട് ഞാൻ പിന്നാലെ പോകുന്നത് പ്രസാദേട്ടൻ കാണണ്ടാന്ന് ഞാനും വിചാരിച്ചു. ഒരകലം പാലിച്ച് ഞാൻ പ്രസാദേട്ടനെ ഫോളോ ചെയ്തു. നോക്കുമ്പോ പ്രസാദേട്ടൻ ചെന്ന് കയറുന്നത് തുളസിയുടെ വീട്ടില്. എന്നിട്ട് ഞാനപ്പോഴും പ്രസാദേട്ടന് പിടുത്തം കൊടുത്തില്ല.
ആരും കാണാതെ ഞാൻ വീടിന്റെ സൈഡിൽ മറഞ്ഞു നിന്നു. അകത്ത് എന്താ നടക്കുന്നതെന്ന് അറിയണമല്ലോ. വിശേഷിച്ച് എന്തെങ്കിലും കാര്യം ഉണ്ടായിട്ടാണോ പ്രസാദ് സാർ അവിടെ ചെന്നത്? തുളസി ആ ശിവശങ്കരനുമായിട്ട് ഉടക്കുണ്ടാക്കിയില്ലേ, അത് പ്രസാദേട്ടന് അങ്ങോട്ട് ഇഷ്ടമായില്ല. അതിന് തുളസിയെ വഴക്ക് പറയാനാ പ്രസാദേട്ടൻ അങ്ങോട്ട് പോയത്. തുളസി എന്തെങ്കിലും എടുത്തുചാട്ടം കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫലം അവൾ അനുഭവിക്കണം. അങ്കിൾ എന്തിനാ അധികാരിയെ മര്യാദ പഠിപ്പിക്കാൻ പോയത്? പൊക്കി 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 നീ ദുർഗേച്ചിയെ മാനമുട്ട എത്തിച്ചില്ലേ, പിന്നെ ചോദിക്കാനുണ്ടോ? അല്ലെങ്കിൽ തന്നെ ദുർഗേച്ചി ചെറുതായിട്ടൊന്ന് പുകഴ്ത്തിയാ മതി, പിന്നെ തറയിലൊന്നും ആയിരിക്കില്ല നടപ്പ്. അതെനിക്ക് അറിയാവുന്നതുകൊണ്ടാണല്ലോ ദുർഗാമ്മയെ ഞാൻ പ്രശംസകൾ കൊണ്ട് മൂടിയത്. ഏതായാലും മാമനും കൊള്ളാം മോളും കൊള്ളാം, രണ്ടുപേരും ഗംഭീര അഭിനയായിരുന്നു. നമ്മള് ദുർഗാമ്മയെ ക്ലീൻ ആയിട്ട് പറ്റിക്കായിരുന്നില്ലേ? പാവം ദുർഗാമ്മ. എനിക്ക് ആകെ ടെൻഷനായിരുന്നു. പ്രസാദേട്ടൻ വരുന്നു, നിന്നെ വഴക്ക് പറയുന്നു, എന്നോട് ചൂടാവുന്നു, എനിക്കൊന്നും മനസ്സിലായില്ല. അത് നന്നായി. ഇല്ലെങ്കിലേ ഞാനും മാമനും കൂടി നടത്തിയ നാടകം അമ്മ കാരണം പൊളിഞ്ഞാനെ. എടി എടി, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? എന്ത് ശരി? അമ്മയ്ക്ക് സ്വാഭാവികമായ അഭിനയൊന്നും കാഴ്ചവെക്കാൻ അറിയില്ല. ഒരു മഞ്ജു വാര്യർ വന്നിരിക്കുന്നു. അതെ, മഞ്ജു വാര്യറൊന്നുമല്ല, അതൊക്കെ മേലെയാ. എനിക്ക് പിന്നെ സിനിമയിലൊന്നും അത്ര വലിയ താല്പര്യമില്ല. അല്ലെങ്കിൽ മഞ്ജു വാര്യരെ പോലെ ഞാനും സിനിമയിൽ തിളങ്ങിയേനെ. ഷോ എന്റെ പൊന്നു. ഓരോ ദിവസവും ആ തുളസി ജയിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അവളും ആന്റിയും തമ്മിലുള്ള അടുപ്പം കൂടിക്കൂടി വരിക. അവളെ കുറിച്ച് ആന്റിയോട് ഇപ്പൊ എന്ത് കുറ്റം പറഞ്ഞിട്ടും പ്രയോജനം ഇല്ലെന്ന അവസ്ഥയായി. അത്രമാത്രം ആന്റിക്ക് തുളസിയിൽ വിശ്വാസം വന്നിരിക്കുന്നു. ഇതിങ്ങനെ വളരാൻ അനുവദിക്കാൻ പാടില്ല. പക്ഷെ എങ്ങനെ അതിന് സാധിക്കും? മോളെ, മോളെന്തോ കാര്യമായ ആലോചനയിലാണെന്ന് തോന്നുന്നു. ഏയ് ഒന്നുമില്ല. കണ്ടിട്ടങ്ങനെ തോന്നുന്നില്ല. ഇല്ല, ഞാനൊന്നും ആലോചിക്കുന്നില്ല. പക്ഷേ ഞാൻ മോളോട് കാര്യം ചോദിക്കണമെന്ന് കുറച്ചു നാളായിട്ട് ആലോചിക്കുന്നുണ്ട്. എന്ത് കാര്യോ? മോക്ക് ശരിക്കും ആദ്യമായിട്ടുള്ള കല്യാണത്തിന് ഇഷ്ടമാണ്? അതെന്താ അങ്ങനെ ചോദിച്ചത്? ഞാൻ ചോദിച്ചതിന് മോൾ ഉത്തരം പറയേ. ഇപ്പൊ എന്താ അങ്ങനെ ചോദിക്കാൻ കാരണം? എന്തോ കാരണമുണ്ട്. കാരണമുണ്ടോന്ന് ചോദിച്ചാ എന്റെ ഒരു തോന്നലാണെന്ന് കൂട്ടിക്കോ. മോള് ശരിക്കും ആദ്യം സ്നേഹിക്കുന്നുണ്ടോ? ആദ്യത്തിനോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെയാണോ ഈ വിവാഹത്തിന് സമ്മതിച്ചത്? അതോ മംഗളയുടെ വാക്ക് കേട്ടിട്ടാണോ മോള് സമ്മതിച്ചേ? അത് ആദ്യമായുള്ള വിവാഹത്തിന് മംഗള മോളെ വളരെയധികം നിർബന്ധിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചോദിച്ചത്. വിവാഹം ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവാണ്. അവിടെ ഉചിതമായ തീരുമാനമെടുത്തില്ലെങ്കിൽ ഒരുപക്ഷെ പിന്നീടുള്ള ജീവിതം ആകെ താളം തെറ്റിപ്പോകാനിടയുണ്ട്. നമ്മുടെ ലൈഫ് പാർട്ട്ണറെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. വിവാഹത്തിന് നേരത്ത് നമ്മളെ ഉപദേശിക്കാനും നിർബന്ധിക്കാനും വഴിതിരിച്ചു വിടാനുമൊക്കെ ധാരാളം ആൾക്കാരുണ്ടാവും. പക്ഷേ ആരൊക്കെ എന്തൊക്കെ നിർദ്ദേശങ്ങൾ വെച്ചാലും നിർബന്ധിച്ചാലും ഉചിതമായ തീരുമാനങ്ങൾ എടുക്കേണ്ടത് വിവാഹം കഴിക്കാൻ പോകുന്നവരാണ്. വിവാഹശേഷം ഗുണമായാലും ദോഷമായാലും അനുഭവിക്കേണ്ടി വരുന്നവർ വിവാഹിതരാകുന്നവർ മാത്രമായിരിക്കും. മോളും ആദ്യം വിവാഹം കഴിച്ചാൽ പിന്നീടുള്ള ജീവിതം നിങ്ങൾ തമ്മിലാണ്. ആ ജീവിതത്തിലേക്ക് പിന്നീട് മംഗളയ്ക്കോ എനിക്കോ മോളുടെ അച്ഛനമ്മമാർക്കോ വലിയ സ്ഥാനം ഉണ്ടാവില്ല. നമുക്കൊക്കെ പുറത്തു നിന്ന് നിങ്ങളുടെ ജീവിതം കാണാനും അഭിപ്രായം പറയാനും ഒക്കെ സാധിക്കൂ. ഞാൻ പറയുന്ന നമുക്ക് മനസ്സിലായോ? അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, മോക്കും ആദ്യം ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണോ ഈ വിവാഹത്തിന് സമ്മതിച്ചതെന്നും. മോൾ പറയേ, മറുപടി സത്യസന്ധമായിരിക്കണം. പിന്നെ ഇതൊന്നും മംഗള അറിയാൻ പോണില്ല. അതുകൊണ്ട് മോളുടെ മനസ്സിൽ എന്താന്ന് വെച്ചാ
അതെന്നോട് തുറന്നു പറയേ. എനിക്ക് ആദ്യേട്ടനെ വലിയ ഇഷ്ടം. സത്യമാണോ? സത്യമായിട്ട് എനിക്ക് ആദ്യേട്ടനെ ഒത്തിരി ഇഷ്ടം. അതല്ലാതെ മംഗള നിർബന്ധിച്ചത് കൊണ്ടല്ല മോള് വിവാഹത്തിന് തയ്യാറാവുന്നത്. ഇല്ല, എനിക്ക് ആദ്യേട്ടനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് തന്നെയാ ഞാൻ ഇതിന് സമ്മതിച്ചത്. പിന്നീട് ഒരിക്കലും മാറ്റി പറയാൻ ഇട വരരുത്. ഇല്ല. എന്നാ ശരി, എല്ലാം മംഗളമായിട്ട് നടക്കട്ടെ. അവളാണല്ലോ എല്ലാം നിയന്ത്രിക്കുന്നത്. ഇലക്ഷൻ കഴിയുമ്പോഴേക്കും ആന്റിയെ തുളസി അവളുടെ കൈക്കുള്ളിലാക്കിയിരിക്കും. അവള് പ്ലാൻ ചെയ്തതുപോലെ എല്ലാം നടക്കും. ആന്റിയെ ഇൻഫ്ലുവൻസ് ചെയ്ത് അവളും ആദ്യേട്ടൻ തമ്മിലുള്ള കല്യാണം അവള് നടത്തിയെടുക്കും. അങ്ങനെ ഒന്നും സംഭവിക്കില്ല. തുളസിയുടെ പിന്നാലെ എന്റെ ഒരു കണ്ണ് എപ്പോഴും ഉണ്ടാവും. ആദ്യമായുള്ള കല്യാണത്തിനുള്ള നീക്കങ്ങൾ ദുർഗയെ സ്വാധീനിച്ച് തുളസി മുടക്കിയ ആ നിമിഷം ഞാൻ അറിയും. അതെന്ത് വില കൊടുത്തും നമ്മൾ തടഞ്ഞിരിക്കും. ഞാൻ തന്നെയാ നിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാക്കിയെടുത്തത്. അത് മനഃപൂർവ്വമാണോന്ന് ചോദിച്ചാ വേണമെങ്കിൽ അങ്ങനെയും കരുതാം. എന്റെ വാശിയാണ്, ഞാൻ സമ്മതിക്കുന്നു. ഒരിക്കൽ എന്റെ മോളെ കൊണ്ട് പ്രസാദിനെ വിവാഹം കഴിപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. അന്ന് എന്റെ മോഹം നടന്നില്ല. പക്ഷേ ഇത്തവണ മംഗള തോൽക്കില്ല. നീ ഇതൊന്നും കണ്ട് തളരരുത്. നിങ്ങളുടെ വിവാഹം ഞാൻ നടത്തിത്തരും. ഈ വിവാഹം നടക്കണം, നടന്നേ തീരൂ. ഇതെന്റെ ശപഥമാണ്. ദേവമംഗലത്തിന്റെ അധികാരം എന്റെ കയ്യിലാക്കണമെന്നുള്ള ആഗ്രഹം ഈ വിവാഹത്തിലൂടെ ഞാൻ നിറവേറ്റും. ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുമെന്ന് കേട്ടിട്ടില്ലേ? എന്റെ ലക്ഷ്യം സാധൂകരിക്കാനുള്ള മാർഗമാണ് ആദിയാതിര വിവാഹം. ജയേട്ടാ, ചായ റെഡിയേ? തുളസി ഇതുവരെ വന്നില്ലേ? ഇല്ല, ഒത്തിരി സ്ഥലങ്ങളിൽ മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവള് രാവിലെ ഇവിടുന്ന് പോയത്. ഇറങ്ങുമ്പോഴേ പറഞ്ഞിരുന്നു ലേറ്റ് ആവൂന്ന്. ദുർഗേച്ചി നോമിനേഷൻ കൊടുത്തോ? നീ വല്ല അറിഞ്ഞോ? നോമിനേഷൻ കൊടുക്കാൻ പോകുന്ന തുളസി പറഞ്ഞു. ഉമാമഹേശ്വരിക്ക് വിജയം ഉറപ്പുള്ള സീറ്റായിരുന്നു ഇത്. ദുർഗേച്ചിയുടെ സ്ഥാനത്ത് വേറെ വല്ല കാൻഡിഡേറ്റ്സും ആയിരുന്നെങ്കിൽ ഉമാമഹേശ്വരി വീട്ടിൽ കിടന്നുറങ്ങിയാലും ജയിച്ചു കയറി വന്നേനെ. ഇതിപ്പോ മത്സരം മുറുകി. എനിക്ക് പേടിയാവൂ ചേട്ടാ. എന്തിന്? അല്ല, ദുർഗേച്ചിയാണ് ഇലക്ഷനിൽ മത്സരിക്കുന്നെങ്കിലും തുളസിമോള് മത്സരിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നു. ദുർഗേച്ചി ഇലക്ഷനിൽ മത്സരിപ്പിക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഉമാമഹേശ്വരി ആവും വിധം ശ്രമിച്ചതല്ലേ? അതിനെല്ലാം തടയിട്ടത് തുളസിയാ. അതിന്റെ എതിർപ്പും വിരോധവും ഒക്കെ ഉമാമഹേശ്വരിക്ക് ഉണ്ടാവും. പിന്നെ ആ ശിവശങ്കരനെ വെല്ലുവിളിച്ചില്ലേ, അതിന്റെ വൈരാഗ്യം അയാൾക്കും ഉണ്ടാവും. ഈശ്വര, അവരെല്ലാവരും ചേർന്ന് നമ്മുടെ മോളെ എന്തെങ്കിലും... ഇതിനുള്ള മറുപടി ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിന്നോടും പറയേണ്ടതുണ്ടോ? ജയേട്ടനും പ്രസാദേട്ടനൊന്നും ഇക്കാര്യത്തിൽ ടെൻഷൻ ഉണ്ടാവില്ല. എന്നേക്കാൾ കൂടുതൽ ലോകം കാണുന്നവരല്ലേ നിങ്ങൾ. അതുപോലാണോ ഞാൻ ഇതിനകത്ത് മാത്രം ഇരിക്കുന്ന ആളല്ലേ. അവൾ ഇവിടുന്ന് പോയി തിരികെ വരുന്നതുവരെ ഒരു സമാധാനം ഇല്ലാതെ ഞാൻ കഴിയുന്നു. നീ പേടിക്കണ്ട പ്രിയ. ഓരോ ദിവസവും തുളസി എവിടെയൊക്കെ പോകുന്നു, എന്തൊക്കെ ചെയ്യുന്നു എന്ന് അവള് പോലും അറിയാതെ ഞാൻ അന്വേഷിക്കുന്നുണ്ട്. മാത്രമല്ല, നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു പ്രത്യേക ശ്രദ്ധ ഈ ഇലക്ഷൻ രംഗത്തുണ്ട്. അതുകൊണ്ട് എവിടെയെങ്കിലും എന്തെങ്കിലും സംഘർഷ സാധ്യതയുണ്ടെങ്കിൽ നമ്മൾ അറിയും. പിന്നെ പ്രസയുണ്ടല്ലോ.
ഒരു അനിഷ്ട സംഭവങ്ങൾക്കുള്ള സാധ്യതയും ഇതേവരെ ഞങ്ങൾ കാണുന്നില്ല. പിന്നെ ഇലക്ഷൻ അല്ലേ, ചില വെല്ലുവിളിയും ചെറിയ ചെറിയ ഉരസലുകളും സ്വാഭാവികമാണ്. എന്തൊക്കെയായാലും ഇലക്ഷൻ കഴിയുന്നത് വരെ എന്റെ ഉറക്കം നഷ്ടപ്പെട്ടു. ഇലക്ഷൻ പെട്ടെന്നൊന്ന് കഴിഞ്ഞാ മതിയായിരുന്നു. ഇനി കുറച്ചു ദിവസം കൂടിയല്ലേ ഉള്ളൂ, അതുവരെ നീ ഒന്ന് ക്ഷമിക്കേ. ഇവൾക്ക് ഈ തെരഞ്ഞെടുപ്പും രാഷ്ട്രീയ കാര്യങ്ങളും ഒക്കെ കൈകാര്യം ചെയ്യാനുള്ള കഴിവ് എവിടുന്ന് കിട്ടിയോ എന്തോ. ഇതിലിപ്പോ കൂടുതലൊന്നും ചിന്തിക്കാനില്ല, എല്ലാം അവളുടെ അച്ഛന്റെ കഴിവാ. അവരുടെ മനസ്സിലേക്ക് വിഷം കുത്തിവെച്ചതാണ്. ആ വിഷത്തിന്റെ ശക്തിയിലാണ് ദുർഗേച്ചിക്ക് പെൺകുട്ടികളോട് വിരോധം. തുളസിയെ ശത്രുതയോടും അവജ്ഞയോടുമല്ലേ ദുർഗേച്ചി കണ്ടിരുന്നത്. ഇപ്പൊ എന്തായി? തുളസി അവളുടെ ബുദ്ധിപരമായ നീക്കത്തിലൂടെ ദുർഗേച്ചിയുടെ മനസ്സ് മാറ്റിയെടുത്തു. അങ്ങനൊരു മാറ്റം നമ്മൾ ആരെങ്കിലും പ്രതീക്ഷിച്ചിരുന്നോ? ദുർഗേച്ചി മാറും, ഇനിയും മാറും. ദുർഗേച്ചിയുടെ മിഥ്യാധാരണകളൊക്കെ മാഞ്ഞു പോകും. അതിനി അധികം കാത്തിരിക്കേണ്ടി വരില്ല. ഇലക്ഷൻ കഴിയുമ്പോ ഇന്ന് കാണുന്ന ദുർഗേച്ചിയെ അല്ല നമ്മൾ കാണാൻ പോകുന്നത്. അത് സംഭവിക്കും പ്രിയ. ദുർഗേച്ചിയുടെ മനസ്സ് ക്ലിയർ ആവും. നമ്മൾ പറയുന്നത് കേൾക്കാനുള്ള ക്ഷമ ദുർഗേച്ചി കാണിക്കും. അത് പ്രസയും പ്രതീക്ഷിക്കുന്നുണ്ട്. ഇലക്ഷൻ കഴിയട്ടെ. ദുർഗേച്ചിയുടെ മനോഭാവത്തിന് മാറ്റമുണ്ടോയെന്ന് നമുക്ക് ബോധ്യപ്പെട്ടാൽ അപ്പൊ നമ്മൾ 3 പേരും ചേർന്ന് ദുർഗേച്ചിയോട് എല്ലാ രഹസ്യങ്ങളും തുറന്നു പറയും. പക്ഷേ ഇലക്ഷൻ കഴിയുന്നതുവരെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഉള്ളിൽ കൊണ്ടുനടക്കുന്ന ഈ രഹസ്യം ഒരിക്കലും ദുർഗേച്ചി അറിയരുത്. ഇല്ല ചേട്ടാ, ദുർഗേച്ചി ഒരിക്കലും അതറിയില്ല. അത് ഞാൻ ശ്രദ്ധിച്ചോളാം. അപ്പച്ചി, അപ്പച്ചി. ആ, നീ വന്നോ? വാ, ഇരിക്കെ. കൃത്യസമയത്ത് അപ്പച്ചി വിളിച്ചേ. കുറച്ചുകൂടെ വൈകിയിരുന്നെങ്കിൽ ഞാൻ ഇലക്ഷന്റെ കാര്യങ്ങൾക്കായിട്ട് പുറത്തു പോയേനെ. എങ്കിൽ പിന്നെ എനിക്കിങ്ങോട്ട് വരാൻ പറ്റില്ലായിരുന്നു. അതെനിക്കറിയാം. അതുകൊണ്ടാ ഞാൻ ഈ നേരത്ത് തന്നെ വിളിച്ചത്. എന്താ അപ്പച്ചി, എന്തിനാ എന്നെ കാണണമെന്ന് പറഞ്ഞ? എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ? ഞങ്ങൾക്കൊരു അത്യാവശ്യമേ ഉള്ളൂ. ആദിയുടെയും ആതിരയുടെയും വിവാഹം. അത് നമുക്ക് നടത്താലോ. ഹാ, അങ്ങനെ ഒഴുക്കം മട്ടി പറഞ്ഞാലൊന്നും ശരിയാവില്ല ദുർഗെ. ഇതിപ്പോ കുറച്ചു ദിവസം ആയല്ലോ നമ്മൾ ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയിട്ട്. ഇതുവരെ അത് എന്ന് നടത്താമെന്നൊരു തീരുമാനത്തിലെത്താൻ നമുക്ക് പറ്റിയിട്ടില്ല. അത് പിന്നെ അതിന്റെ ഇടയ്ക്കാണല്ലോ ഈ ഇലക്ഷന്റെ കാര്യങ്ങളൊക്കെ. നമസ്കാരം, മംഗളമേഡം പറഞ്ഞിരുന്നു. തിരുമേനി, എങ്ങനെയെങ്കിലും ഇവളുടെ ജാതകത്തിലെ കുജദോഷം പെട്ടെന്ന് മാറ്റിയെടുക്കണം. ചൊവ്വാദോഷം മാറാൻ വേണ്ടി 41 ദിവസത്തെയോ 91 ദിവസത്തെയോ പൂജകളൊന്നും പറയരുത്. ആ പൂജകളൊന്നും ചെയ്തുകൊണ്ടിരിക്കാൻ സമയമില്ല. ഇവളുടെ കല്യാണം ഉടനെ നടത്തണം. അതിന് ഒരു മുടക്കവും ഉണ്ടാവാൻ പാടില്ല. വളരെ ചെറിയ സമയം കൊണ്ട് ഉഗ്രശക്തിയുള്ള പൂജ, അത് ഇന്ന് തന്നെ വേണം. ഇവക്ക് വേണ്ടി പലവട്ടം ചൊവ്വാദോഷ നിവാരണ പൂജ നടത്താൻ നോക്കിയതാ. പക്ഷേ അപ്പോഴെല്ലാം എന്തെങ്കിലും കാരണം കൊണ്ട് പൂജ മുടങ്ങും. ഓഹോ. അതുകൊണ്ട് അധികം ആളും ബഹളവും ഇല്ലാത്ത ഒരിടത്ത് വെച്ച് രഹസ്യമായിട്ട് പൂജ നടത്തി തന്നാൽ അത്രയും ഉപകാരമായി. രഹസ്യമായി പൂജ നടത്താനോ? തിരുമേനിക്കും കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. ഇവക്ക് ചെറിയൊരു ചൊവ്വാദോഷമെന്നാ മംഗള ദുർഗയോട് പറഞ്ഞിരിക്കുന്നത്. ചെറിയ ചൊവ്വാദോഷമോ? ഈ കുട്ടിക്ക് കടുത്ത ചൊവ്വാദോഷമാണ്. എന്റെ തിരുമേനി, അത് ദുർഗയോട് പറയാൻ പറ്റുമോ? പറഞ്ഞ അപ്പ ഈ കല്യാണം മുടങ്ങില്ലേ? അതുകൂടി ഉദ്ദേശിച്ച മംഗള പറഞ്ഞത് പൂജയൊക്കെ രഹസ്യമായിട്ട് തന്നെ നടത്തണമെന്ന്. ശരി ശരി, ആയിക്കോട്ടെ. പൂജ ഇന്ന് തന്നെ നടത്താലോ അല്ലേ? ഇപ്പൊ തന്നെ നടത്തിത്തരാം.
തുളസി ഇങ്ങോട്ടെങ്ങാനും കയറി വരൂ. അവരൊക്കെ ഇലക്ഷന് വോട്ടെന്നൊക്കെ പറഞ്ഞ് തെണ്ടി നടക്കുകയല്ലേ, ഇങ്ങോട്ട് വരാൻ സാധ്യതയില്ല. പറയാത്തെ അത് പിന്നെ ഇന്ന് ക്ഷേത്രത്തിലേക്ക് വരണമെന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നു. പെട്ടെന്ന് തോന്നി, പെട്ടെന്ന് ഇങ്ങ് വന്നു. അതുകൊണ്ടാ ദുർഗാന്റിയെ അറിയിക്കാൻ പറ്റാത്ത. ഇതെന്തേ പൂജയൊക്കെ? അല്ല, ദുർഗ ഇലക്ഷന് നിൽക്കുകയല്ലേ. ഇലക്ഷന് ജയിക്കണമെങ്കിൽ പ്രചരണം മാത്രം പോരല്ലോ, ഈശ്വരന്റെ അനുഗ്രഹം കൂടി വേണ്ടേ. അതുകൊണ്ട് ദുർഗയുടെ പേരിൽ പ്രത്യേക പൂജയും വഴിപാടും നടത്താമെന്ന് കരുതി ആ പൂജ ചെയ്തത്. ഇനി ദുർഗ കണ്ണുടച്ച് ജയിക്കും അല്ലേ? അതെ അതെ, ഇത് ആന്റിക്ക് വേണ്ടി നടത്തുന്ന പൂജയാ. എന്താ ദുർഗ, പൂജ നടത്തിയ ദുർഗയ്ക്ക് ഇഷ്ടമായില്ലേ? അയ്യോ, അങ്കിൾ എന്തൊക്കെയായി ചോദിക്കുന്നത്? എന്റെ ജയത്തിന് വേണ്ടി ചെയ്യുന്ന പൂജയല്ലേ, അതെനിക്ക് ഇഷ്ടമാവാതിരിക്കോ? നേരത്തെ അറിയിച്ചിരുന്നെങ്കിൽ ഞാനും കൂടെ പൂജയ്ക്ക് പങ്കെടുത്തേനെ. അറിയിക്കാൻ പറ്റാതെ പോയി. ദുർഗ ഞങ്ങളോട് ക്ഷമിക്കേ. അത് സാരമില്ല. എനിക്കൊന്ന് രണ്ട് വഴിപാടുകൾ നടത്താനുണ്ട്. ഞാനും ഇവളും കൂടെ അതൊന്ന് നടത്തിയിട്ട് വരാം. നിങ്ങളിവിടെ കാണൂ? ഇല്ല, ഞങ്ങൾ ആദിക്ക് പ്രസാദം ഇടരുത്. ഞാൻ പറഞ്ഞില്ലേ ഇവളെല്ലാ കാര്യത്തിലും അപശകുനമായി എപ്പോഴും മുന്നിലുണ്ടാവുമെന്ന്. ഇപ്പൊ എന്തായി? തുളസി, നീ എന്തിനാ ആതിരെ തടഞ്ഞത്? നിനക്ക് വിവരമുണ്ടോ? ഇവിടുത്തെ ആചാര മര്യാദകൾ നിനക്കറിയോ? ഇവള് ചെയ്തതിൽ എന്താ കുഴപ്പം? ദുർഗാമ്മ പറ, കുളിക്കാതെ പ്രസാദം സ്വീകരിക്കുന്നത് ശരിയാണോ? അയ്യോ, നീ കുളിക്കാതെയാണോ ക്ഷേത്രത്തിൽ പോയത്? ഞാൻ കുളിക്കാതെ ക്ഷേത്രത്തിൽ പോയെന്ന് നിന്നോട് ആരാ പറഞ്ഞേ? ഞാൻ കുളിച്ചിട്ട് തന്നെ ക്ഷേത്രത്തിൽ പോയോ? അയ്യോ, നീ കുളിച്ചു കാണും, പക്ഷെ ആദ്യം കുളിച്ചിട്ടില്ലല്ലോ. കുളിക്കാതെ പ്രസാദം സ്വീകരിക്കുന്നത് തെറ്റല്ലേ? ഇവൻ കുളിച്ചിട്ടില്ലെന്ന് മാത്രല്ല, പല്ല് പോലും തേച്ചിട്ടുണ്ടാവില്ല. അല്ലടാ? ആ ശരിയാ, ഞാൻ പല്ലുവെല്ലാം തേച്ചിട്ടില്ല. കണ്ടോ, ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് ബോധ്യപ്പെട്ടില്ലേ? ഇങ്ങനെ കുളിക്കാതെയും ജപിക്കാതെയും ഇരിക്കുന്നവനെ പ്രസാദം തുടിയിച്ച ദൈവകോപം ഉണ്ടാവും. അതിൽ വലിയ കാര്യമൊന്നുമില്ല. കുളിക്കാതെ ചന്ദനം തൊട്ടെന്ന് വെച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ദൈവനിഷേധം പറയല്ലേ മോളെ. കുളിക്കാതെ ഒരിക്കലും ചന്ദനം തൊടാൻ പാടില്ല. ഇവള് അമേരിക്കയിൽ വളർന്നോണ്ടാ ഇതൊന്നും അറിയാത്തെ. അപ്പച്ചി, ഇതൊക്കെ ഒന്നും പഠിപ്പിച്ചു കൊടുക്കണം കേട്ടോ. ഇനി നിങ്ങൾക്ക് ചിഹ്നം സെലക്ട് ചെയ്യാം. ആദ്യം ഉമാമഹേശ്വരി ചിഹ്നം സെലക്ട് ചെയ്യട്ടെ. ക്ലോക്ക് മതി. വിമാനം? സോറി, അത് മറ്റൊരു കാൻഡിഡേറ്റ് ബുക്ക് ചെയ്ത് പോയി. ഓട്ടോറിക്ഷ? സോറി, അതും പോയി. ആന? അതും പോയി. ഹെടി ദുർഗേ, ഇതിലുള്ള മിക്കവാറും ചിഹ്നങ്ങൾ ഞാൻ എന്റെ ബിനാമി ആൾക്കാരെ കൊണ്ട് ബുക്ക് ചെയ്യിപ്പിച്ച് കഴിഞ്ഞു. ഇനി നിനക്ക് എങ്ങനെയാ നല്ല ചിഹ്നങ്ങൾ കിട്ടുന്നത്? ഇതിലെന്തോ ഒരു കളിയുണ്ട്. ഉമാമഹേശ്വരിയായിട്ട് ഈ ചിഹ്നങ്ങൾ ബ്ലോക്ക് ചെയ്തതാവാനാ സാധ്യത. അത് ഞാൻ ചോദിക്കുന്ന എല്ലാ ചിഹ്നങ്ങളും ആരൊക്കെയോ ബുക്ക് ചെയ്തെന്നാണല്ലോ മാഡം പറയുന്നത്. ഇനി ഇതിൽ ഒരു ചിഹ്നം മാത്രമേ ബാക്കിയുള്ളൂ, തുളസിക്കതിര്. എന്റെ അമ്മേ, ഇത് ഇവള് വെറുതെ അമ്മയെ കൺഫ്യൂഷൻ ആക്കുന്നതാ. ഇതിലിങ്ങനെ രണ്ടാമത് ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. അമ്മ എന്തിനാ ഇലക്ഷൻ മത്സരിക്കുന്നേ? ജനങ്ങളുടെ നന്മയ്ക്കും ഐശ്വര്യത്തിനും വേണ്ടിയിട്ടല്ലേ? ജനങ്ങൾ ദേവിയെ പ്രാർത്ഥിക്കുന്ന എന്തിനാ? തുളസിയെ പൂജിക്കുന്ന എന്തിനാ? അവരുടെ നന്മയ്ക്കും ഐശ്വര്യത്തിനും വേണ്ടി അല്ലേ? അമ്മേ, അപ്പൊ ഈ ചിഹ്നം തന്നെയാണ് ഉത്തമം. എന്ത് പറഞ്ഞാലും എനിക്കിതിനോട് യോജിപ്പില്ല. തുളസി കതിരെന്ന് പറയുമ്പോ ആ പേരില്
തുളസി ഉണ്ടല്ലോ. തുളസിക്ക് അവളുടെ പേരിന് പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടി അവൾ ഒരുക്കിയ പ്ലാനാ ഇത്. അവിടെ ഉണ്ടായിരുന്ന ചിഹ്നങ്ങളൊക്കെ ബുക്ക് ചെയ്തത് ഉമാമഹേശ്വരി ആയിരിക്കില്ല, ആ തുളസി തന്നെ ആയിരിക്കും. ഉമാമഹേശ്വരി ആണെങ്കിൽ തുളസിക്ക് അതിന് ബുക്ക് ചെയ്യാത്തത് എന്താ? നല്ല ചൂടാ. എടി, തുളസിക്കതിന് നല്ല ചിഹ്ന. തുളസി ചിഹ്നമായിട്ട് ലഭിച്ചത് ഭാഗ്യമായിട്ട് വേണം കരുതാൻ. ദൈവാധീനം അത്. ആണോ? പിന്നെ തുളസി നിസ്സാരമായിട്ടുള്ള ഒരു ചെടിയാണോടി? അതെനിക്കറിയാം. തുളസിക്ക് ധാരാളം ഔഷധ ഗുണങ്ങളുണ്ട്. അത് മാത്രല്ല, തുളസിയെ സാക്ഷാൽ മഹാലക്ഷ്മിയുടെ പ്രതീക. ദേവിയുടെ 3 ഭാവങ്ങളാണല്ലോ, ലക്ഷ്മിയും ദുർഗയും സരസ്വതിയും. ആ അർത്ഥത്തിൽ ദുർഗയുമായി ചേർന്ന് നിൽക്കുന്നതാണ് തുളസി. നീ എന്താ എന്നെ നോക്കുന്നേ? അവസാനം പറഞ്ഞത് ഒന്നുകൂടി പറഞ്ഞേ. തുളസിയോട് അല്ല, സോറി, ദുർഗയോട് ചേർന്ന് നിൽക്കുന്നതാണ് തുളസി. അതമ്മ മനഃപൂർവ്വം അർത്ഥം വെച്ച് പറഞ്ഞതല്ലേ? ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. തുളസിയും ദുർഗയും ഒരേ ദേവി തന്നെയാ. തുളസി തന്നെയാ ദുർഗ, ദുർഗ തന്നെയാ തുളസി. രണ്ടുപേരും ഒന്നാണെന്ന്. കണ്ടോ കണ്ടോ, അമ്മ അർത്ഥം വെച്ച് പറഞ്ഞത് തന്നെയാ. അതായത് തുളസി എന്ന ഞാനും ദുർഗാമ്മയും ഒന്നാണെന്നും. ശരിയാ, നീയും ദുർഗേച്ചി ഒന്ന് തന്നെയാ, ഒരേ രക്തം. ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ. ഞാനും ദുർഗാമ്മയും ഒന്നാണോ? അതെ, നിങ്ങൾ രണ്ടാളും ഒന്നാ. ഏതർത്ഥത്തിലാണാവോ ഞങ്ങൾ രണ്ടുപേരും ഒന്നാണെന്ന് പറഞ്ഞത്? നിന്റെ ദുർഗാമ്മയ്ക്ക് വേണ്ടി നീ ഇത്രയും കഷ്ടപ്പെട്ട് പ്രവർത്തിക്കുന്നതിന്റെ ഗുട്ടൻസ് ഒക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ദുർഗാമ്മയെ ഇങ്ങനെ കഷ്ടപ്പെട്ട് ഇലക്ഷനിൽ നീ വിജയിപ്പിച്ചെടുത്താൽ ദുർഗാമ്മ ആദ്യം നീയും തമ്മിലുള്ള വിവാഹം നടത്തിത്തരുന്നല്ലേ നീ ചിന്തിക്കുന്നത്? അയ്യടാ, എത്ര കൃത്യമായിട്ടത് കണ്ടുപിടിച്ചു. നിനക്ക് അപാര ബുദ്ധി തന്നെയാ ശ്രീഹരി. നീ എന്നെ കളിയാക്കിയാണെന്ന് എനിക്ക് മനസ്സിലായി. കളിയാക്കിക്കോ, എത്ര വീണയിലും കളിയാക്കിക്കോ. പക്ഷെ നിന്റെ ആഗ്രഹം നടക്കാൻ പോകുന്നില്ല. ദുർഗാമ്മ ഇലക്ഷനിൽ ജയിച്ചാലും നിങ്ങളുടെ വിവാഹം നടത്തി തരാൻ പോകുന്നില്ല. നീ എടുക്കുന്ന ഈ എഫേർട്ടൊക്കെ പാഴായി പോവും. ഈ വെയിൽ കൊള്ളുന്നൊക്കെ വെറുതെയാവും. അതെ, എനിക്കൊരു ഉപദേഷ്ടാവിന്റെ ആവശ്യമില്ല. എന്ത് വേണമെന്ന് എനിക്കറിയാം. ഞങ്ങളുടെ വിവാഹം ദുർഗാമ്മ നടത്തി തന്നാലും ഇല്ലെങ്കിലും നിങ്ങൾക്കെന്താ? അത് ഞങ്ങളുടെ കുടുംബകാര്യമല്ലേ, അതിൽ നിങ്ങൾ ഇടപെടണ്ട. പിന്നെ നിങ്ങൾ കരുതും പോലെ ആദ്യ വിവാഹം കഴിക്കാൻ വേണ്ടിയല്ല ഞാൻ ദുർഗാമ്മയ്ക്ക് വേണ്ടി ഇലക്ഷനിൽ പ്രവർത്തിക്കുന്നത്. പ്രിയേ, ദുർഗേച്ചി, തുളസി എവിടെ? അവള് ചേച്ചിയുടെ ഇപ്പൊ അമ്പലത്തിൽ വന്നതാണല്ലോ. വന്നിട്ട് അവള് തിരിച്ചു വന്നില്ലേ? ഇല്ല, ഞാൻ കരുതി നിങ്ങൾ അമ്പലത്തിൽ നിന്ന് പോന്നിട്ടുണ്ടാവില്ലെന്ന്. ഞങ്ങള് വന്നിട്ട് കുറെ നേരമായി. തുളസിയും വീട്ടിൽ വന്നിരുന്നു, അവിടുന്ന് അവള് പോയത്. ഇവിടെ കാണുമെന്ന് ഞാൻ വിചാരിച്ചത്. ഇല്ല, വന്നിട്ടില്ല. അവള് പിന്നെ എവിടെ പോയി? അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയെന്ന് അറിയാൻ വേണ്ടി ഞാൻ കുറച്ചുമ്പ് അവളെ ഫോണിൽ വിളിച്ചിരുന്നു. ഫോണ് സ്വിച്ച് ഓഫാ. ഇവള് പിന്നെ എവിടെ പോയി? ഒരു തരത്തിൽ അവള് മനുഷ്യന് മനസ്സമാധാനം തരില്ലല്ലോ. വെയിറ്റ് ചെയ്യേ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. സ്വിച്ച് ഓഫ് ആണല്ലോ. അവൾ എനിക്ക് അത്യാവശ്യമായിട്ട് കാണുകയും വേണമായിരുന്നു. ഞാൻ പറയട്ടെ, ഒരു വിവാഹ ബന്ധത്തിന്റെ അടിസ്ഥാന ഘടകമായി നോക്കേണ്ടത് പൊന്നും പണവും വസ്തുവകകളും ഒന്നും അല്ല. ചെറുക്കന്റെ സ്വഭാവം, അവന്റെ കുടുംബ മഹിമ, അന്തസ്, ആഭിജാതി, ആ തറവാട്ടുകാർക്ക് നാട്ടിലുള്ള വിലയും നിലയും, ഇതൊക്കെയാണ് നോക്കേണ്ടത്. സമ്പത്തിന്റെ കാര്യത്തിൽ ചന്ദ്രദാസിനേക്കാളും ഇത്തിരി കുറവ് ദേവമംഗലത്തുകാർക്കുണ്ടാവും. അതൊരു കുറവൊന്നും അല്ല. ആന്റി,
ഇതൊരു വിഷയമായൊന്നും എടുക്കണ്ട. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ജസ്റ്റ് ലീവ് ഇറ്റ്. ആന്റി അത് മറന്നേക്കും. ദാസേ, ഞാൻ പറഞ്ഞിട്ടില്ലേ, ദേവമംഗലത്തുകാരുമായി ബന്ധം കൂടുക എന്നത് എന്റെ ഒരു വലിയ ആഗ്രഹം. അതുകൊണ്ടാ ആദിയെ കൊണ്ട് ആതിരയെ വിവാഹം കഴിപ്പിക്കാൻ ഞാൻ തീരുമാനിച്ചത്. പിന്നെ ആതിരയ്ക്കും ആദിയെ വലിയ ഇഷ്ടമാ. ഈ വിവാഹം നടന്നതുകൊണ്ട് ഒരു കുറവും സംഭവിക്കാൻ പോകുന്നില്ല. അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ ആന്റി. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി ഇതിന്റെ പേരിൽ ഒരു സംസാരം വേണ്ട. പക്ഷേ വിവാഹക്കാര്യത്തിൽ ഇതുവരെ ഒരു തീരുമാനം ആയില്ലല്ലോ. ദുർഗയാണെങ്കിൽ ഇലക്ഷന്റെ തിരക്കിലും. ദുർഗയോട് ഞാനിത് സംസാരിച്ചിരുന്നു. ഇലക്ഷൻ കഴിഞ്ഞാൽ ഉടനെ തന്നെയുള്ള നല്ല മുഹൂർത്തത്തിൽ വിവാഹം നടത്താമെന്ന് അവള് സമ്മതിച്ചിട്ടുണ്ട്. ഇനി ഇതില് മാറ്റം ഉണ്ടാവില്ല. അത് മതി. എന്റെ ലീവ് കഴിഞ്ഞോണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഞാൻ തിരക്ക് കൂട്ടുന്നത്. മക്കളെ, ഇലക്ഷൻ പ്രചരണം പൊടി പൊടിക്കുകയല്ലേ. ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ദുർഗയുടെ വാഹന പ്രചരണ ജാഥ കണ്ടിരുന്നു. ദുർഗയെ സ്വീകരിക്കാൻ കവലയിൽ എന്താ ഒരു ആൾക്കൂട്ടം. എല്ലാത്തിനും മുന്നിട്ട് നിൽക്കുന്നത് ആരാ? നമ്മുടെ തുളസി മോള്. അവൾ ഓടി നടന്നല്ലേ നമ്മുടെ ദുർഗയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. തുളസിയുടെ വിശേഷങ്ങളല്ലാതെ വേറെ വിശേഷങ്ങളൊന്നും നിങ്ങൾക്ക് പറയാനില്ലേ? കണ്ട കാര്യം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അവളുടെ കാര്യം ഈ വീട്ടിൽ പറയണ്ട. അവളുടെ പേര് കേൾക്കുമ്പോഴേ എനിക്ക് കലിയാ. അവള് കാരണോ നമ്മളുടെ ആതിര മോള് വിഷമിക്കുന്നത്. നീ അതൊന്നും നേരിട്ട് കാണാതിരിക്കുന്നതാ നല്ലത്. ആതിര മോള് പറഞ്ഞതുപോലെ തന്നെയാ കാര്യങ്ങള്. തുളസിയും ദുർഗയും നല്ല അടുപ്പത്തിലായിട്ടുണ്ട്. അത് കാണുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവും. ഈ പോക്കാണെങ്കിൽ ദുർഗയുടെ മനസ്സ് മാറുമോന്ന് എനിക്കൊരു സംശയമുണ്ട്. തുളസിയെ ദുർഗ ഇഷ്ടപ്പെട്ടു പോയാൽ മിക്കവാറും ആദിത്യനും തുളസിയും തമ്മിലുള്ള വിവാഹം നടക്കും. ഇല്ല, തുളസി ആദിയും തമ്മിലുള്ള വിവാഹം നടക്കില്ല. അത് നടത്താൻ ഞാൻ സമ്മതിക്കില്ല. ആതിരയും ആദിയും തമ്മിലുള്ള വിവാഹം നടത്താമെന്ന് ദുർഗ എനിക്ക് വാക്ക് തന്നിട്ടുള്ളതാ. ഞാൻ പ്രസിഡന്റ് ആവട്ടെ. നിന്നെ ഞാൻ എന്റെ അഡ്വൈസറായിട്ട് വെക്കാം. അയ്യോ, അതൊന്നും വേണ്ട. അങ്ങനെ സ്ഥാനമാനങ്ങളൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല ഞാൻ ദുർഗാമ്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. ദുർഗാമ്മ ജയിച്ചാ മതി, അതാ എന്റെ സന്തോഷം. എന്നാലും ഇലക്ഷൻ അടുക്കും തോറും എനിക്കൊരു ടെൻഷനുണ്ട്. ഞാൻ തോറ്റുപോകുന്നൊരു പേടി. തോറ്റാ പിന്നെ ഈ നാട്ടിൽ ഇറങ്ങി നടക്കാൻ പറ്റില്ല. ഇവിടുന്ന് വിടുന്നതാവും പിന്നെ അഭിമാനം. അങ്ങനെ ഇവിടുന്ന് ഒരിടത്തേക്കും ദുർഗാമ്മയ്ക്ക് പോയേണ്ടി വരില്ല. ആരെന്തൊക്കെ പ്രവർത്തിച്ചാലും ദുർഗാമ്മ വിജയിച്ചിരിക്കും. ഞാൻ പറഞ്ഞില്ലേ, ആ സർവേ റിസൾട്ട് അനുസരിച്ച് വിജയം ദുർഗാമ്മയ്ക്ക് തന്നെയാ. ദുർഗാമ്മ ധൈര്യമായിട്ടിരിക്കും. എന്റെ ആവനാഴിയിൽ ആയുധങ്ങൾ ഒഴിഞ്ഞിട്ടില്ല. ഇനിയും ചില പ്ലാനുകളുണ്ട്. അതൊക്കെ അവസാന റൗണ്ടിൽ ഞാൻ പുറത്തെടുക്കും. ബി കോൺഫിഡന്റ് ദുർഗാമ്മ. പ്രസിഡന്റിന്റെ ചെയർ കാത്തിരിക്കുന്നത് ദുർഗാമ്മയ്ക്ക് വേണ്ടി മാത്രമാണ്. ഇതേ എന്റെ വാക്കാ. ദുർഗാമ്മയെ ഞാൻ വിജയിപ്പിച്ചിരിക്കും. ദുർഗേച്ച് വിശ്വസിച്ചോളൂ. ഇവളൊരു കാര്യമേറ്റ അതതുപോലെ ചെയ്തിരിക്കും. ശരി. അത്രയ്ക്ക് മിടിക്കുകയാണോ അവള്? മിടിക്കെന്ന് പറഞ്ഞാ പോരാ, മിടിമിടിക്കും. പ്രചാരണത്തിന് എന്തൊക്കെ തന്ത്രങ്ങളാ അവൾ ആസൂത്രണം ചെയ്യുന്നതെന്ന് അറിയാവോ? ശരിക്കും അവളുടെ ഐഡിയ ഒക്കെ കേട്ടിട്ട് ഞാൻ അത്ഭുതപ്പെട്ടുപോയി. ഈ പ്രായത്തിനിടയ്ക്ക് ഇവളിതൊക്കെ എവിടുന്ന് പഠിച്ചെന്നാ ഞാൻ ചിന്തിച്ചെ. ഇലക്ഷന് മത്സരിക്കണമെന്ന് പറഞ്ഞപ്പോ ആദ്യം എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ആദ്യമായിട്ടല്ലേ ഞാൻ ഇലക്ഷന് മത്സരിക്കുന്നത്, അതും ഉമാമഹേശ്വരിക്കെതിരെ. മത്സരം കടുക്കുമെന്നുള്ളത് ഉറപ്പാ. തോറ്റ അത് വലിയ നാണക്കേടാവുകയും ചെയ്യും.
മത്സരത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിയാലോന്ന് ചിന്തിച്ചതാ. അങ്ങനെ ഒഴിഞ്ഞു മാറിയാ അത് ഭീരുത്വമാവും. പിന്നെ രണ്ടും കൽപ്പിച്ചാ ഇറങ്ങി പുറപ്പെട്ടത്. പക്ഷേ ഇപ്പൊ എനിക്ക് നല്ല ധൈര്യമായി. അതിന് കാരണം തുളസിയാ. അവള് കൂടെയുള്ളപ്പോ ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ ജയിക്കുമെന്ന് എനിക്ക് നല്ല വിശ്വാസം.